പബ്ജി വാരിയർ. പബ്ജി വാരിയേഴ്സ് കത്രീന വൈറസുമായി ഏറ്റുമുട്ടി. എങ്ങനെയാണ് അവർ ജയിച്ചത്? അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോയിൽ കണ്ടു. കത്രീന വൈറസിനെ കൊന്നിട്ട് പബ്ജി വാരിയേഴ്സ് ഒരു പാർട്ടി സെലിബ്രേറ്റ് ചെയ്യായിരുന്നു. കൂട്ടുകാരെ, ആ കത്രീന വൈറസ് പേടിച്ച് സ്ഥലം വിട്ടത് കണ്ടില്ലേ? നമ്മളോട് ഏറ്റുമുട്ടിയിട്ട് യമരാജ് വരെ പേടിച്ച് സ്ഥലം വിട്ടിരിക്കുക. പിന്നെ ഈ കത്രീനയുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? ആ സമയം ഫിറോസിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. കൂട്ടുകാരെ, ദേ ഇത് കണ്ടോ? എന്താടാ? നമ്മുടെ തൊട്ടടുത്ത രാജ്യത്തിൽ നിന്ന് ഒരു വൈറസിനെ നമ്മുടെ രാജ്യത്തേക്ക് അയച്ചിരിക്കുക. ആ വൈറസ് കത്രീന വൈറസിനെക്കാളും കൂടുതൽ അപകടകാരിയാണ്. അവർക്ക് അത്രയ്ക്ക് ധിക്കാരമോ? ആ വൈറസ് ഒരിക്കലും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കാൻ പാടില്ല. നമുക്കത് തടഞ്ഞെടുത്താൻ പറ്റുമോ? ചേടാ, നമ്മൾ ഈ എമിനെയും ഏലിയനെയും വരെ പേടിപ്പിച്ച് ഓടിച്ചവരാ. ഈ വൈറസ് അത്ര വലിയ കാര്യമൊന്നുമല്ലെന്നേ. വരും പോകാം. ആ വൈറസിനെ അതിന്റെ രാജ്യത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പറപ്പിക്കാം. ഓക്കെ അല്ലേ? അതേ കൂട്ടുകാരാ, പബ്ജി പ്ലേയേഴ്സിന്റെ പവർ എന്തെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇത് പറഞ്ഞ് എല്ലാവരും ഘോഷം മുഴക്കി. രാവിലെ എല്ലാവരും ഹിമാലയത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. എല്ലാവരുടെയും കയ്യിലും ഒരു തോക്കുണ്ടായിരുന്നു. പബ്ജി കളിക്കുമ്പോൾ ഏതുതരം കോസ്റ്റ്യൂമാണ് ഇട്ടിരുന്നത്, അതേ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടാണ് അവരവിടെ വന്നത്. കൂട്ടുകാരെ, അവൻ ഈ വഴിക്കായിരിക്കും വരുന്നത്. എല്ലാരും അലർട്ട് ആയിരിക്കണം കേട്ടോ. നീ അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയുന്നത്? ഇന്റലിജൻസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. ഇന്റർവെല്ലോ? ഇന്റർവെൽ അല്ലടാ, ഇന്റലിജൻസ്. കൂട്ടുകാരെ, ദേ അങ്ങോട്ട് നോക്ക്. അവിടുന്ന് ആരോ വരുന്നുണ്ട്. അവരെല്ലാരും അവിടെ താഴെ പതുങ്ങിയിരുന്നു. എന്നിട്ട് എല്ലാരും ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ അങ്ങ് ദൂരത്ത് നിന്നും കിം എന്നൊരാള് തോളത്ത് സഞ്ചിയും വെച്ചോണ്ട് നടന്നു വരുന്നത് കണ്ടു. അയാളെ കണ്ടപ്പോ, കൂട്ടുകാരെ, അയാളെ ശ്രദ്ധിക്ക്. എനിക്ക് അയാളെ കണ്ടിട്ട് എന്തോ സംശയം തോന്നുന്നു. അതെ, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. റെഡി? ഞാൻ 1, 2, 3 എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് എല്ലാരും ഒരുമിച്ച് അവന്റെ നേരെ തോക്ക് ചൂണ്ടണം. ഓക്കെ? 1, 2, 3. ഇത് പറഞ്ഞതും എല്ലാരും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന് അവന്റെ നേരെ തോക്ക് ചൂണ്ടി. അവരെ കണ്ടപ്പോ കിം ശരിക്കും ഞെട്ടിപ്പോയി. എന്നിട്ട് അവിടെ തന്നെ നിന്നുപോയി. ആരാടാ നീയെ? പറയേ. ഞാൻ നിങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന ചെകുത്താനാണ്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ നിന്നെ ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് തിരിച്ചു വയ്ക്കോളൂ. അതനുസരിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ നിന്നെ ഞങ്ങളിവിടെ കൊന്നുകളയും. അതാണോ വലിയ കാര്യം? എന്നാ വാ, കൊല്ല്. ഇത് പറഞ്ഞിട്ട് അയാൾ തന്റെ ബാഗിൽ നിന്നും ഒരു ബോട്ടിൽ പുറത്തെടുത്തു. ചുറ്റുമുള്ളവർ കിം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി നിന്നു. കിം തന്റെ ബോട്ടിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട്, അതെ, ഇതെന്ത് സാധനമാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ രാജ്യം മൊത്തം നശിപ്പിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്ന വൈറസ് ആണിത്. ഇനി ഇത് നിങ്ങളെ കൊന്നൊടുക്കും. ഇത് പറഞ്ഞിട്ട് അയാൾ തന്റെ ബോട്ടിലിന്റെ ക്യാപ്പ് തുറന്നു. എന്നിട്ട് ആ കെമിക്കൽ അവിടെ നിന്ന് 5 പേരുടെ ദേഹത്തും തളിച്ചു. ആ ബോട്ടിൽ നിന്നും പുറത്തു വന്ന കെമിക്കൽ ഒരു വലിയ പുകയായി മാറി. അപ്പോൾ അതിനകത്ത് നിന്നും ഒരു വലിയ രൂപത്തിലുള്ള ചുവന്ന വൈറസ് ഒരു അഗ്നിഗോളം പോലെ അവരുടെ നേർക്ക് കുതിച്ചു. അത് കണ്ടപ്പോ ഫിറോസ് ഇമാനും ഭയന്ന് പുറകോട്ട് മാറി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഈ വിദേശിയെ എത്രയും പെട്ടെന്ന് നമ്മൾ നശിപ്പിക്കണം. ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചാലും ശരി തോറ്റാലും ശരി, നമ്മുടെ ഭാരത മാതാവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഈ യുദ്ധത്തിൽ ഞാൻ മരിക്കാൻ പോലും തയ്യാറാണ്. മരിക്കാൻ നിങ്ങളിൽ ആർക്കാണ് ധൈര്യമുള്ളത്? നിങ്ങളിൽ ആരാണ് ആ ശത്രുവിനെ കൊല്ലാൻ എന്റെ ഒപ്പം വരുന്നത്? ഞാൻ വരാം, ഞാനും വരാം, ഞാനും ഉണ്ട്. ഇത് പറഞ്ഞിട്ട് എല്ലാരും അവരുടെ കൈകൾ മേലോട്ട് പൊക്കി. ജയ് പബ്ജി, ജയ് പബ്ജി. ഇത്രയും പറഞ്ഞിട്ട് എല്ലാരും ആ വൈറസിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ വൈറസ് അഗ്നിജ്വാല പോലെയായിരുന്നു. അത് കാരണം മഞ്ഞ് ഉരുകാൻ തുടങ്ങി. എല്ലാരും ഭയന്ന് പിന്തിരിഞ്ഞോടി. വൈറസ് അവരെ ഫോളോ ചെയ്തു. അവരെല്ലാരും വൈറസിനെ അറ്റാക്ക് ചെയ്തു. തുരുതുര ബുള്ളറ്റുകൾ ദേഹത്ത് കൊണ്ടിട്ടും വൈറസിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ബുള്ളറ്റ് കയറിയ മുറിവുകളെല്ലാം വീണ്ടും ശരിയായി മാറുകയായിരുന്നു. പബ്ജി പ്ലേയേഴ്സിന് ഒന്നും മനസ്സിലായില്ല. എല്ലാവരും ആ വൈറസിനെ കണ്ട് ഞെട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ വൈറസ് നമ്മളെ വിടാതെ പിന്തുടരുകയാണല്ലോ. നമ്മളുടെ പേടിയാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. ധൈര്യമായിട്ട് ആലോചിക്കേ. ഈ വൈറസിനെ ബുള്ളറ്റ് കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് വേണം തോൽപ്പിക്കാൻ. എന്താന്ന് വെച്ചാ വ്യക്തമായിട്ട് പറയേ. ആ വൈറസിനെ ആരോ ഒരാൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട്. അവൻ നമ്മുടെ പുറകിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമുക്കെല്ലാവർക്കും ആ വൈറസിനെ കൊണ്ടുവന്ന ആളിന്റെ പിന്നാലെ പോകാം. അയാൾ അറിയാതെ അയാളെ നമുക്ക് പിന്തുടരാം. ആരാണ് വൈറസിന്റെ മുന്നിലുള്ളത്, അയാളെ ആയിരിക്കും വൈറസ് പിന്തുടരുന്നത്. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? അടിപൊളി. അങ്ങനെ തന്നെ ചെയ്യാം. അവസാനം എല്ലാവരും ചേർന്ന് കിമ്മിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അത് കണ്ട് കിമ്മും പേടിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങി. എല്ലാവരും കിമ്മിന്റെ അടുത്ത് ചെന്നിട്ട് അല്പം അകലെയായി മഞ്ഞു മലകൾക്കിടയിൽ ഒളിച്ചിരുന്നു. കിം വേഗത്തിൽ ഓടുകയായിരുന്നു. വൈറസ് അവന്റെ അടുത്ത് ചെന്ന് കാലുകൊണ്ട് അവനെ ചവിട്ടി കൊന്നിട്ട് അവിടെ നിന്നും പോയി. അപ്പോൾ ആ 5 പേരും കിമ്മിന്റെ അടുത്ത് വന്നു നിന്നു. എന്നിട്ട് അവർ പറഞ്ഞു, പറയടാ, നീ ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണല്ലേ? അങ്ങനെ ചിന്തിക്കുന്നതിനിടയ്ക്ക് അവസാനം ഇങ്ങനെ തന്നെയായിരിക്കും. ജയ് പബ്ജി, ജയ് പബ്ജി. അവരങ്ങനെ ആർത്തു വിളിച്ചു. പട്ടിയാലയിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു, സുരേന്ദ്രൻ, മഹേന്ദർ.
രണ്ടുപേരും ചേർന്ന് ഒരു ജിലേബിയുടെ കട നടത്തുകയായിരുന്നു. രണ്ടുപേരും പിശുക്കന്മാരും അത്യാഗ്രഹികളുമായിരുന്നു. ഒരു ദിവസം സുരേന്ദ്രൻ പറഞ്ഞു, എടാ അനിയ, ഇന്നത്തെ ദിവസം അല്പം മോശമാണെന്ന് തോന്നുന്നു. അതെ ചേട്ടാ, ഇന്ന് ആരും വന്നില്ലല്ലോ. നമ്മുടെ സ്ഥലത്ത് വേറെ ആരെങ്കിലും ജിലേബി കട ഇട്ടോ? അതെ ചേട്ടാ, അതും ശരിയാ. എന്നാലേ നമുക്കൊരു കാര്യം ചെയ്താലോ? ആരെങ്കിലും വാങ്ങിക്കാൻ വരുമ്പോ അവരെടുത്ത് 2 മടങ്ങായിട്ട് പൈസ വാങ്ങിക്കാം. അത് പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു ഗ്രാമവാസി വന്നു. ആ സുരേന്ദ്രേട്ടാ, മഹേന്ദ്രേട്ടാ, സുഖമാണോ നിങ്ങൾ? നല്ല സുഖം. നിങ്ങൾക്കോ? വളരെ സുഖം. ചേട്ടാ, എനിക്ക് വേണ്ടി 1 കിലോ ജിലേബി പാർസൽ ചെയ്യൂ. അതെന്താ 1 കിലോ മതിയോ? ഒരു 5 കിലോ വാങ്ങിച്ചോന്നേ. അതൊന്നും വേണ്ട, വെറും 1 കിലോ തന്നാ മതി. ഇന്ന ചേട്ടാ, 500 രൂപയായി. എന്ത്? കഴിഞ്ഞ മാസം 300 രൂപയായിരുന്നല്ലോ. എന്റെ പൊന്ന് സഹോദര, സാധനങ്ങൾക്കെല്ലാം വില കൂടിയില്ലേ? പിന്നെ ഈ ഗ്രാമത്ത് ഞങ്ങളല്ലാതെ വേറെ ആരും ജിലേബി വിൽക്കുന്നില്ലല്ലോ. പുതിയതായിട്ടൊരു ജിലേബിക്കാരൻ വന്നാലേ ഇവന്മാരൊക്കെ ഒരു പാഠം പഠിക്കും. പിറ്റേ ദിവസം സുരേന്ദ്രനെയും മഹേന്ദ്രനെയും ചെറുപ്രായത്തിലെ കൂട്ടുകാരൻ അവരുടെ വീട്ടിലേക്ക് വന്നു. അവനൊരു ജോലി അന്വേഷിച്ചു വന്നത്. ഓ, ഈ സ്നേഹിതൻ ഇവ എപ്പോ പോകും? റേഷന് മാത്രം എത്രയാ ചെലവാവുന്നത്? അതെ ചേട്ടാ, അവനെ പുറത്താക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കഴുത്തിന് പിടിക്ക്. ഉടൻ തന്നെ രണ്ടുപേരും ഉച്ചത്തിൽ നിലവിളിച്ച് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എടാ മണ്ടച്ചാരെ, മണ്ടൻ നീയാണടാ. കടയിലെ എല്ലാ സാധനങ്ങളും കാലിയാക്കിയില്ലേ? കള്ളനല്ലേ നീ? കള്ളൻ നീയാണ്. പകല് മുഴുവൻ ഞാൻ ഉണ്ടാക്കുന്ന ജിലേബിയില് പാതി നീ തന്നെ തിന്ന് തീർക്കുകയല്ലേ? ആഹാ, കള്ളം പറയുന്നോ? ആദ്യം നീ ഇവിടുന്ന് പുറത്തു പോ. അങ്ങനെ വഴക്കിട്ടുകൊണ്ട് രണ്ടുപേരും പുറത്തേക്ക് പോയി. അവരുടെ സ്നേഹിതൻ അടുത്ത മുറിയിലിരുന്ന് അതെല്ലാം കേൾക്കുകയുണ്ടായി. മാത്രമല്ല, അവന് കാര്യങ്ങളെല്ലാം പിടികിട്ടി. വൈകുന്നേരം സഹോദരന്മാർ കടയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ, വീട്ടിൽ പോയാൽ നല്ല രസമായിരിക്കും. നമ്മൾ വഴക്കിട്ടത് കണ്ട ജെസ്സി ഇപ്പോൾ പോയിരിക്കും അല്ലേ? അതെ ചേട്ടാ, ഇനി തൊട്ട് നമ്മുടെ റേഷന്റെ ചെലവുകളെല്ലാം കുറയും. തീർച്ചയായിട്ടും. അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവർ കണ്ടത് അവരുടെ സ്നേഹിതൻ ജെസ്സി സോഫയിലിരുന്ന് ഉറങ്ങുന്നതാ. രണ്ടുപേരും ഞെട്ടി. അതെന്ത് പറ്റി സ്നേഹിതന്മാരെ? ഇന്ന് നിങ്ങൾ വളരെ പെട്ടെന്നാണല്ലോ. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ആ മുകളിലത്തെ മുറിയിലാ ഉറങ്ങിയത്. ഓ, അത് കൊള്ളാം. സൂര്യയും മാഹിയും സ്വയം പാരവെക്കുകയാണ് ഉണ്ടായത്. കാരണം അവർ അമ്മൂമ്മയുടെ ഡയറി കുറിപ്പിൽ ജിലേബി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കണ്ടാണ് ഇവരുണ്ടാക്കാൻ പഠിച്ചത്. ഇവരുടെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഡയറി കുറിപ്പ് ജസീര കയ്യിൽ കിട്ടി. എടോ, അമ്മൂമ്മയുടെ ഡയറി നീ കണ്ടായിരുന്നോ? ഇല്ല. എന്തിനാ? ഇവിടെ ഈ അലമാരിലല്ലേ അതുണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ജെസ്സിയും കാലത്തോട്ട് കാണാനില്ലല്ലോ. ഒരുപക്ഷെ ഈ ജെസ്സി നമ്മുടെ ഡയറി എടുത്തോണ്ട് ഓടിപ്പോയി കാണോ? എന്റെ അമ്മോ, അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് പണി കിട്ടുമല്ലോ. അപ്പോൾ ജെസ്സി അവിടെ എത്തി. ഇതായിരിക്കുന്നു നിങ്ങളുടെ ഡയറി. എനിക്ക് വെറുതെ ഇരുന്ന് ബോറടിച്ചത് കാരണം നിങ്ങളുടെ ഈ ഡയറി വായിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ ഞാൻ ഇതിന്റെ ജെറോക്സ് എടുത്തു കഴിഞ്ഞു. വെറുതെ ചിരിക്കണ്ട, ആ ഡയറി ഇങ്ങ് തന്നെ. ഞാൻ നാളെ എന്റെ നാട്ടിൽ പോവുക. ആ, വളരെ നല്ലത്. വല്ലപ്പോഴും വാ. അത് കഴിഞ്ഞ് ആ ഗ്രാമത്തിന്റെ വെളിയിൽ ജെസ്സി ഒരു ജിലേബി കട തുടങ്ങി. അമ്മൂമ്മയുടെ ഡയറി കുറിപ്പിലുള്ളതുപോലെ അവൻ നല്ല നല്ല ജിലേബികൾ ഉണ്ടാക്കുകയും അത് കുറഞ്ഞ വിലയിൽ വിൽക്കുകയും ചെയ്തു. അവന് നല്ല കച്ചവടവും കിട്ടി. അങ്ങനെ സൂര്യയുടെയും മാഹിയുടെയും കടയിൽ ആരും വരാതെയായി. ഇതുപോലത്തെ ഒരുപാട് നല്ല കഥകളും വീഡിയോസും കണ്ടു രസിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.